ദീപമേ സ്നേഹ സൗന്ദര്യമേ കൂട്ടായി വന്നിടണേ. എല്ലാവർക്കും അധ്യാപക ദിനത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഗാന്ധിജി വിദ്യാഭ്യാസത്തെ 3 ഹെച്ചിനോടാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ ഹെച്ച് ഹെഡ് എന്നാണ്. ഹെഡ് എന്നാൽ ഗ്രഹിക്കുക. രണ്ടാമത്തെ ഹെച്ച് ഹാർട്ട് എന്നാണ്. ഹാർട്ട് എന്നാൽ സ്നേഹിക്കുക. മൂന്നാമത്തെ ഹെച്ച് ഹാൻഡ്സ് എന്നാണ്. ഹാൻഡ്സ് എന്നാൽ രൂപപ്പെടുത്തുക എന്നാണ്. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസം എന്നത് തല കൊണ്ട് ചിന്തിക്കുക, ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, കൈകൾ കൊണ്ട് രൂപപ്പെടുത്തുക. ഇങ്ങനെയൊരു വിദ്യാഭ്യാസം നമ്മുടെ ഈ ലോകത്തിന് നൽകുവാൻ സർവേശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഈ ദിവസം യാചിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും അധ്യാപക ദിനത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. തലസ്ഥാന നഗരിയിലെ പ്രശസ്തിയും പാരമ്പര്യവുമുള്ള വിദ്യാകേന്ദ്രമാണ് സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വിദ്യാലയത്തിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് മഹത്തായ ഈ ദിവസത്തിൽ സെപ്റ്റംബർ 5 ഇന്ന് രാഷ്ട്രം ടീച്ചേഴ്സ് ഡേ, അധ്യാപക ദിനം ആയി ആചരിക്കുകയാണ്. നമ്മുടെ അധ്യാപകർക്ക് ആദരവും നമ്മുടെ ശിഷ്യഗണങ്ങൾക്ക് നമ്മുടെ വാത്സല്യവും പകർന്നു നൽകുന്ന മനോഹരമായ ഒരു ദിനാചരണമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ആ മഹാദിനത്തെക്കുറിച്ച്, അതിൻ്റെ സംസ്കാരധാരയെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുന്നത് അഭിമാനകരമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ സ്കൂളിൻ്റെ ആദരണീയനായ മാനേജർ ഫാദർ മെൽക്കോൺ, പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽകുമാർ മൊറൈസ്, ഹെഡ് മാസ്റ്റർ ജോൺ ഇ ജയൻ, സ്റ്റാഫ് സെക്രട്ടറി ബെൻ ഇ മോഹൻ, SRG കൺവീനർ രാജൻ പുഴിയൂർ, അതുപോലെ മറ്റു ഗുരുജനങ്ങൾ, ശിഷ്യ ഗണങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒരുപോലെ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഞാൻ സംസാരിച്ചു കൊള്ളട്ടെ. അധ്യാപക ദിനം. ഒരുപക്ഷെ ലോകത്ത് അധ്യാപക ദിനം ഇങ്ങനെ കൊണ്ടാടുന്ന, ആഘോഷിക്കുന്ന ഒരു രാഷ്ട്രം നമ്മുടേത് ആവാം. അതിനൊരു പാരമ്പര്യമുണ്ട് നമുക്ക്. കാരണം ഗുരുക്കന്മാരെ ആദരിച്ചിരുന്ന ഒരു ഭൂമികയാണ് ഭാരതം. മാതാ പിതാ ഗുരു എന്നാണ് നാം നമ്മുടെ ആപ്തവാക്യമായി അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും ഈ സമയത്ത് ഓർമ്മിക്കുക. മാതാ പിതാ ഗുരു. അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും ദൈവത്തെ പോലെ ആദരിക്കുന്ന, മാതാ പിതാ ഗുരു ദൈവം എന്ന് ആദരിക്കുന്ന ഒരു ഭൂമിയാണ് ഭാരതം. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ അധ്യാപക ദിനാചരണം അർത്ഥപൂർണമാകുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതിനൊരു സവിശേഷമായ ചരിത്ര പ്രാധാന്യമുണ്ട്. അതും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി അന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും ആയിരുന്ന ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജനനം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം വലിയ തത്വചിന്തകനായിരുന്നു, സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ അഭിമാനമായ വിദ്യാർത്ഥി, പിന്നീട് അധ്യാപകൻ, പ്രൊഫസർ, ഈ നിലകളിലൊക്കെ സേവനമനുഷ്ഠിച്ച വലിയ വിദ്യാഭ്യാസ വിദഗ്ധൻ ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. സാധാരണഗതിയിൽ അധികാരസ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ നിന്ന് കടന്നു വരുന്നവരാകും, രാഷ്ട്രപതിയായാലും ഉപരാഷ്ട്രപതി ആയാലും. പക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
ഉപരാഷ്ട്രപതിയായി നിയോഗിക്കപ്പെട്ടത് ഒരു തത്വചിന്തകനെയാണ്, ഡോക്ടർ രാധാകൃഷ്ണനെയാണ് എന്നുള്ളത് നാം അഭിമാനപൂർവ്വം ഓർമ്മിക്കണം. 10 വർഷക്കാലം അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരുന്നു. പിന്നീട് 1962 അദ്ദേഹം ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയും ആയി തീർന്നു. ഈ ഘട്ടത്തിൽ 1962 അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ സമർത്ഥരായ വിദ്യാർത്ഥികളാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ. അവർ അദ്ദേഹത്തെ വന്നു കണ്ട്, ഡോക്ടർ രാധാകൃഷ്ണൻ വന്നു കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം രാഷ്ട്രമൊട്ടാകെ കൊണ്ടാടണം, ആഘോഷിക്കണം എന്ന് അപേക്ഷിക്കുകയുണ്ടായി. പക്ഷേ ആ മഹാത്മാവ് അതിന് അനുവദിച്ചില്ല. ഒടുവിൽ തന്റെ ശിഷ്യന്മാരുടെ നിർബന്ധം സഹിക്കവയ്യാതെ വന്ന ഘട്ടത്തിൽ എന്ന് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ സെപ്റ്റംബർ 5 അങ്ങനെയെങ്കിൽ അധ്യാപക ദിനമായി ആചരിച്ചുകൊള്ളുക, ഗുരുക്കന്മാരെ വന്ദിക്കുന്ന ദിവസമായി ആചരിക്കുക. അങ്ങനെയാണ് 1962 മുതൽ സെപ്റ്റംബർ 5 നമ്മുടെ ടീച്ചേഴ്സ് ഡേ ആയി ആചരിക്കുവാൻ തുടങ്ങിയത്, അധ്യാപക ദിനമായി കൊണ്ടാടുവാൻ തുടങ്ങിയത് എന്നുള്ളത് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഗുരുക്കന്മാരെ ആദരിക്കുന്നു. മാതാപിത ഗുരു ദൈവം എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. ആ ഒരു മഹാപാരമ്പര്യവും സംസ്കാരവും നാം പിന്തുടരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആചാര്യ ദേവോ ഭവ എന്നാണ് നമ്മുടെ ഹൃദയം മന്ത്രിക്കുന്നത്. ആചാര്യ ദേവോ ഭവ, ആചാര്യൻ ദേവനായി ഭവിക്കട്ടെ, ആചാര്യൻ ദൈവമായി ഭവിക്കട്ടെ, ഗുരു ദൈവമായി ഭവിക്കട്ടെ. ഗുരുവിന്റെ വാക്ക് ദൈവമാണ് എന്ന് കരുതുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. വാക്ക് സത്യമാണ്, സത്യം ദൈവമാണ്. ആ അർത്ഥത്തിൽ വാക്ക് ദൈവമാണ് എന്ന് കരുതുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ് നമ്മളെല്ലാവരും എന്ന് ഓർമ്മിക്കുക. ഇങ്ങനെ രാജ്യമില്ല. ഇന്ത്യയെ പോലെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന, വിദ്യാഭ്യാസത്തിന് മാന്യത കൽപ്പിക്കുന്ന, പാരമ്പര്യ പഠനങ്ങൾക്ക് മഹത്തായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭൂമിക വേറെ ഇല്ല എന്ന് നമ്മൾ ഓർമ്മിക്കുക. അധികാര സ്ഥാനത്തേക്ക് ഒട്ടേറെ മഹാഗുരുക്കന്മാരെ നിയോഗിക്കുകയും നാം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിലും ഒക്കെ മഹാന്മാരെ, ഞാനതിന്റെ പേര് ഇവിടെ പ്രത്യേകം പറയാത്തത്, അത് വളരെ പേരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പേരുകൾ വിട്ടുപോയാൽ അത് ശരിയാവുകയില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ്. അവരെല്ലാം നമ്മൾ ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഗുരുക്കന്മാരെ ആദരിക്കുന്ന ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതാണ് നമ്മുടെ വളർച്ചയുടെ അനുഗ്രഹം എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഡോക്ടർ രാധാകൃഷ്ണൻ വലിയ തത്വചിന്തകനായിരുന്നു. ദി ഇന്ത്യൻ ഫിലോസഫി എന്ന മഹത് ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം. ഒട്ടേറെ തത്വശാസ്ത്രപരമായ പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വലിയ പ്രഭാഷകനായിരുന്നു അദ്ദേഹം. നല്ല ആകാര സൗഭഗമുള്ള വേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം തീർച്ചയായും ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ഒരു മഹാപണ്ഡിതൻ, അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സർവർക്കും ആദരണീയനായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്നൊരു കാര്യം, ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ, അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ, നല്ല അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, അധ്യാപനം ഒരു തൊഴിൽ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ ജോബ്. അത് ഉദ്യോഗമല്ല. ഇറ്റ് ഇസ് നോട്ട് എ പ്രൊഫഷൻ. പിന്നെന്താണ്? അധ്യാപനം എന്ന് പറയുന്നത് ഒരു പാഷൻ ആണ്. അതൊരു സംസ്കാരമാണ്, അതൊരു ആവേശമാണ്. നമുക്കറിയാമല്ലോ, പല ജോലികളിൽ ഇരുന്ന് വിരമിച്ച ആളുകളെയൊക്കെ നമുക്കറിയാം. ഞാൻ ആരെയും ഇകഴ്ത്തി പറയുകയല്ല. പക്ഷേ അവരുടെ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരുപക്ഷെ എത്ര വലിയ പദവിയിൽ ഇരുന്നവർ എങ്കിലും ആരും ഒരുപക്ഷെ തിരിഞ്ഞു നോക്കി എന്ന് വരികയില്ല. അവിടെ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറയട്ടെ, അധ്യാപകർക്ക് ഉള്ളതാണ്, ഗുരുജനങ്ങൾക്ക് ഉള്ളതാണ്. അവരുടെ ശിഷ്യന്മാർ ഏത് സമയത്തും അധ്യാപകരെ തേടി എത്തുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷമായി, അനുഗ്രഹമായി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന ഗുരുക്കന്മാരെ തേടി പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ ഒരു സംഗതിയാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
സെന്റ് ജോസഫ്സിൽ പഠിച്ചിറങ്ങിയ മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ പിന്നീട് മാർ ഇവാനിയോസ് കോളേജിൽ എനിക്ക് എൻ്റെ ശിഷ്യന്മാരായി കിട്ടി എന്നുള്ളത് ഈ വേദിയിൽ വെച്ച് പരസ്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നല്ല വിദ്യാർത്ഥികൾ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പിന്നീട് മാർ ഇവാനിയോസ് കോളേജിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായി തീർന്നു എന്നുള്ളത് ഒരു ഭാഗ്യമായി ഈ സന്ദർഭത്തിൽ ഞാൻ എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരിലൂടെയാണ് ഒരു ഗുരു അറിയപ്പെടുന്നത്. ശിഷ്യന്മാരിലൂടെയാണ് ഒരു ഗുരു അറിയപ്പെടുന്നത്, ഒരു വിദ്യാലയം അറിയപ്പെടുന്നത്. അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ സംസ്കാരപൂർണമായ ജീവിതത്തിലൂടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയട്ടെ, സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അനുഗ്രഹീതമാണ്. സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അനുഗ്രഹീതയാണ് എന്ന് ഞാൻ പറയട്ടെ. അതുപോലെ ഇവിടുത്തെ അധ്യാപകരും ആ അർത്ഥത്തിൽ ഭാഗ്യം ചെയ്തവരാണ്. ഒരു അധ്യാപകന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അനുഭവം എന്ന് പറയുന്നത് നല്ല വിദ്യാർത്ഥികളെ ശിഷ്യന്മാരായി കിട്ടുന്നു എന്നുള്ളത് ആണ്. അതൊരു ഭാഗ്യം, തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പൊ ആ നിലയ്ക്ക് ധാരാളം പ്രതിഭാശാലികളെ പുറപ്പെടുവിച്ച ഒരു സരസ്വതി ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ധന്യയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഈ ദിനം, അധ്യാപക ദിനം, സെപ്റ്റംബർ 5, നാം ഗുരുക്കന്മാരെ വന്ദിക്കുമ്പോൾ നമ്മുടെ ശിഷ്യന്മാരെ നാം ചേർത്ത് പിടിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തോട് ബന്ധപ്പെട്ട ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ മഹാപാരമ്പര്യത്തെ, സമൂഹത്തിന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകളെ ഗുരുക്കന്മാർ എന്നുള്ള നിലയിൽ മാറി നിന്ന് കണ്ട് സന്തോഷിക്കാനും ഹൃദയം നിറയെ അനുഗ്രഹം ചെയ്യുവാനും അധ്യാപകർക്കും ഭാഗ്യമുണ്ടാകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അധ്യാപക ദിനം, അധ്യാപകരെ ആദരിക്കുന്ന ദിവസം, അതുപോലെ നമ്മുടെ ശിഷ്യന്മാരെ, പൂർവ്വ ശിഷ്യന്മാരെ ഒക്കെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് സന്തോഷം അനുഭവപ്പെടുത്തുന്ന ഒരു പുണ്യദിനം കൂടിയായി മാറുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിലയ്ക്ക് എല്ലാവർക്കും, സമൂഹത്തിന് ആകെ തന്നെ, നമ്മുടെ സംസ്കാരത്തിന് ആകെ തന്നെ ഇണങ്ങുന്ന ഒരു മഹാദിനാചരണം ആണ് അധ്യാപക ദിനം. എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ഈ മഹാദിവസത്തിൽ, ഈ പുണ്യ ദിനത്തിൽ വന്ദിക്കുന്നു. അവരുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിഷ്യന്മാർക്ക്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒക്കെ തന്നെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എൻ്റെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സെപ്റ്റംബർ 5 നാം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും അറിയപ്പെടുന്ന തത്വചിന്തകനും അതിലുപരി പ്രഗത്ഭനായ ഒരു അധ്യാപകനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഭാരതം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഗുരു എന്ന വാക്കിനർത്ഥം അന്ധകാരം അകറ്റുന്നവൻ. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ വഴിയിലേക്ക് പ്രകാശം പരത്തുന്ന ആചാര്യൻ. ഏത് സംസ്കാരത്തിലും ഗുരുവിന് അതിൻ്റെതായ ഒരു മാഹാത്മ്യമുണ്ട്. നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിലും രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ ഗുരുവിന്റെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയാണ്. അവിടെ നിന്ന് വിദ്യകൾ മാത്രമല്ല, പകരം സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുകൂടെ ആർജിച്ചിട്ടാണ് അവർ പുറത്ത് വരുന്നത്. ഇംഗ്ലീഷിൽ ഒരു എഴുത്തുണ്ട്, An ordinary teacher talks, a good teacher explains, a great teacher inspires. അങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ, കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അധ്യാപനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൃപ കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ നാം ഹൃദയം കൊണ്ട് പഠിപ്പിക്കണം.
അതിനും ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ടീച്ചർ ഷുഡ് ടീച്ച് ഫ്രം ഹാർട്ട്, നോട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. അങ്ങനെ ഹൃദയം കൊണ്ട് പഠിപ്പിച്ച് കുട്ടികളുടെ ഹൃദയത്തിൽ തൊട്ട് അവരെ ഇൻസ്പയർ ചെയ്താൽ നമ്മുടെ മുന്നിലിരിക്കുന്ന പല കുട്ടികളും മഹാന്മാരായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ അധ്യാപക ദിനത്തിൽ നമുക്ക് നമ്മുടെ അധ്യാപകരെ ഓർക്കാം. കൂടാതെ എല്ലാ അധ്യാപകർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലുള്ള അധ്യാപകർക്ക് ഈ അധ്യാപക ദിനത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. I am very, very happy to be here with you on this glorious occasion, the Teachers' Day. I am really proud, I am really honored and blessed to say that I am a teacher. On this day, I have a message to my loving teachers. Love your children, love your boys, those who are in front of you in the class, as your own children. Your life will be blessed. I have a message to my loving students. This is the very important period in your life, the school life. During this time, love your teachers. Learn the values and principles the teachers teach to you and follow that. Then your life will be blessed. I take this opportunity to thank and wish all my teachers a very happy Teachers' Day. Thank you. मम गुरुभूतचरणे नमस्तेऽहं मम विज्ञप्रकाशम् മാതാപിതാ ദൈവസമസ്ഥാനി എന്നീ മാതാപിതാ ദൈവസമസ്ഥാനി എന്നീ ഭജേഹം ത്വാം ഭജേഹം ഭൂശബ്ദമന്ധകാരദ്യോതകം രൂശബ്ദം തദ്ദുന്മൂലനം ഭൂശബ്ദമന്ധകാരദ്യോതകം രൂശബ്ദം തദ്ദുന്മൂലനം ഗുരുനാമദ്വക്ഷരം ദൈവതമായെന്നും എൻ ഹൃത്തിൽ വാണിടും നത്യരൂപം भजेऽहं भजेऽहं അജ്ഞതയാമിരുൾ നീക്കി എന്നിൽ വിജ്ഞാനത്തെ
തിരി തെളിയിച്ചു. അജ്ഞതയാമിരുൾ നീക്കി എന്നിൽ വിജ്ഞാനത്തിരി തെളിയിച്ചു. ദൃശ്യമദൃശ്യം വിശ്വം അഖിലം കൈത്തിരിയായി നീ കാണിച്ചു. ദൃശ്യമദൃശ്യം വിശ്വം അഖിലം കൈത്തിരിയായി നീ കാണിച്ചു. ആത്മത്തിൻ ചക്ഷുസു തുറന്നു സത്യപ്രഭയാൽ പൂരിച്ചു. ആത്മത്തിൻ ചക്ഷുസ്സു തുറന്നു സത്യപ്രഭയാൽ പൂരിച്ചു. സാഷ്ടാംഗത്താൽ തവ ചരണങ്ങളിൽ അഞ്ജലിയേകാം നിൻ ശിഷ്യർ. സാഷ്ടാംഗത്താൽ തവ ചരണങ്ങളിൽ അഞ്ജലിയേകാം നിൻ ശിഷ്യർ. അഞ്ജലിയേകാം നിൻ ശിഷ്യർ. അഞ്ജലിയേകാം നിൻ ശിഷ്യർ. വന്ദേഹം മമ ഗുരുഭൂതചരണേ നമസ്തേഹം മമ വിജ്ഞപ്രകാശം Thank you for being such wonderful teachers. Thank you. Exemplary role models and sharing your knowledge. Thank you for knowing your subjects and sharing your knowledge. Thank you for not being afraid to treat students like real people. And thank you for showing acceptance, approval, and appreciation. These are all gifts that are so important to students' always development. And that they will students will always remember. Just as they will also remember a little respect, words of encouragement, a little respect, simple gestures of kindness from a teacher to promote the perfect climate for students to study, learn, and grow. Your attitude translates into a spirit of friendliness and goodwill towards others. In an atmosphere of creative freedom, joy and ease. And you foster this feel of good work in your classroom. I salute the good work you've done. And I appreciate the people you are. And I thank you for your positive influence. And you have passed and invaluable restrictions and wisdom and created pleasurable moments always associated memories with learning. Thank you. That will always be sweet memories. Teachers, thank you for answering the call. Enduring teachers, you made. Thank you for the enduring impression you made. Every community, the lives you have touched. Every community needs people like measurable. Your contributions are immeasurable. Your lessons are permanent. You're so important. You improve our world. You're so important. Thank you. ബഹുമാന്യരെ, മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഭാരതീയർ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. ഗുരു എന്ന സങ്കല്പത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലെ അധ്യാപകനിലേക്കുള്ള വളർച്ച ഈ അവസരത്തിൽ നാം കാണേണ്ടതാണ്. ഗുരുകുല സമ്പ്രദായത്തിൽ പോലും ലേണിംഗ് ബൈ ഡൂയിങ് എന്ന നമ്മുടെ ആധുനിക കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഓർക്കേണ്ടതാണ്. ഇന്ന് അറിവ് വിളമ്പുന്ന ഒരാളായി അധ്യാപകനെ
ആരും കാണുന്നില്ല. അറിവ് ഒരു വിരൽത്തുമ്പിൽ വിദ്യാർത്ഥിക്ക് ലഭ്യമാകുന്ന തരത്തിൽ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം വളർന്നു കഴിഞ്ഞു. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ അധ്യാപകൻ സഹായിക്കുകയാണ് വേണ്ടത്. ചുറ്റും വിതറിക്കിടക്കുന്ന അറിവുകൾ തനിക്ക് അനുഗുണമായ രീതിയിൽ അതിനെ സംസ്കരിക്കുവാനുള്ള കഴിവ്, സാഹചര്യം ഒരുക്കലാണ്, ആ കഴിവുണ്ടാക്കലാണ് ഇന്നത്തെ അധ്യാപകന്റെ ചുമതല. അങ്ങനെ ഒരു വലിയൊരു ഷിഫ്റ്റ്, എൻ്റെ ഉത്തരവാദിത്തത്തിൽ വലിയൊരു ഷിഫ്റ്റ് ഈ കാലഘട്ടത്തിൽ അധ്യാപകന് ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നാം അധ്യാപകർ എന്തുമാത്രം മുന്നേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാം എത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നാം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി. പഴയ കാലത്തെ പോലെ ഏകപക്ഷീയമായ രീതിയിലുള്ള അറിവ് വിളമ്പൽ ഇന്ന് ഒരു മാതൃകയായിട്ടും ഒരു വിദ്യാഭ്യാസ രീതിയും അംഗീകരിക്കുന്നില്ല. ഈ അവസരത്തിൽ ഒരു വിദ്യാർത്ഥിയെ അവൻ്റെ പല പ്രശ്നങ്ങളിലും അവനൊരു കൈത്താങ്ങായി, തണലായി നമുക്ക് എത്രത്തോളം മാറാൻ പറ്റുന്നു, ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് എത്രത്തോളം മാറാൻ പറ്റുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ നാം എത്രത്തോളം വിജയിക്കുന്നുവോ അത്രയ്ക്കും മഹനീയമായി ഈ അധ്യാപക വൃത്തി മാറുമെന്നുള്ളതിലും സംശയമില്ല. അധ്യാപക വൃത്തി ഒരു സൈഡ് ബിസിനസ്സായി മാത്രം കാണുന്ന ചിലരെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. അവരും ഒരു പുനർവിചിന്തനത്തിന് ഈ ഒരു അധ്യാപക ദിനം മാറ്റണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. കുട്ടിയോടൊപ്പം നിന്ന് അവൻ്റെ വിജ്ഞാന സമ്പാദനത്തിൽ അല്ലെങ്കിൽ വിജ്ഞാന നിർമ്മാണത്തിൽ ഒരു പങ്കാളിയായി, ഒരു ഫെസിലിറ്റേറ്ററായി നമുക്ക് മാറാൻ കഴിയണം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നന്നായി ചിന്തിക്കണം. വ്യാജമായ, പൊള്ളയായ അച്ചടക്കത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ വൈകാരികമായും മറ്റും വേട്ടയാടുന്ന ഒരു സമീപനം നാം പാടെ ഒഴിവാക്കണം. അവനൊരു നല്ല സുഹൃത്തായി, അവന് നല്ല രക്ഷകർത്താവായി നമുക്ക് മാറാൻ കഴിയണം. ഈ അധ്യാപക ദിനത്തിൽ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും നല്ലൊരു അധ്യാപക ദിനം ആശംസിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി നാം ആചരിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും തത്വചിന്തകനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണല്ലോ നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ചിന്തകൻ, വാഗ്മി, ഭരണനിപുണൻ, അധ്യാപക പ്രതിഭ എന്നീ നിലകളെല്ലാം അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട്. മദ്രാസ് പ്രസിഡൻസി കോളേജിലാണ് അധ്യാപകനായി അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അധ്യാപകരായ നമുക്കേവർക്കും മാതൃകയും പ്രചോദനവുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ. നമ്മുടെ സ്കൂളിൽ എല്ലാ വർഷവും അധ്യാപക ദിനം സമുചിതമായി നാം ആഘോഷിക്കാറുണ്ട്. സ്കൂൾ അസംബ്ലിയിൽ അധ്യാപക ശ്രേഷ്ഠരെ ആദരിക്കുന്ന ചടങ്ങ് നാം സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരെ ഉപഹാരം നൽകുകയും ആശംസകൾ നേർന്നും അധ്യാപകരെ ആദരിക്കുന്ന വലിയൊരു പാരമ്പര്യം നമ്മുടെ സ്കൂളിന് ഉണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിനൊന്നും സാധ്യമല്ലല്ലോ. അധ്യാപക വൃത്തി ഒരു തൊഴിലല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളെ, വിദ്യാർത്ഥികളുടെ മനസ്സുകളെ സ്വാധീനിക്കാനും രൂപാന്തരപ്പെടുത്താനും കഴിവുള്ള വലിയൊരു സമൂഹമാണല്ലോ അധ്യാപകർ. ഭാരതീയ സങ്കല്പത്തിൽ അധ്യാപകർ ഈശ്വര തുല്യരായി കാണുന്ന ഒരു പൈതൃകം നമുക്ക് അവകാശപ്പെടാം. രാഷ്ട്രത്തിൻ്റെ ഭാവി ക്ലാസ് മുറികളിലാണ് നിർണ്ണയിക്കപ്പെടുന്ന ചിന്തകളൊക്കെ നമുക്കറിയാം. നമ്മുടെ മുൻപിരിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ ചിന്തകളും നമ്മൾ പകർന്നു കൊടുക്കുന്ന അറിവുകൾക്കപ്പുറം നമ്മൾ നൽകുന്ന കരുതലും സ്നേഹവും അധ്യാപക ബോധന രീതികൾക്കപ്പുറം അവരെ മനസ്സിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതാണ് അധ്യാപക വൃത്തിയുടെ ഏറ്റവും വലിയ വിജയം. അധ്യാപകവൃത്തി ഒരു തൊഴിലിനേക്കാളപ്പുറത്ത് ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യം തിരിച്ചറിവ് നമുക്കുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഒരു വാക്ക്. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഭാവി ഒരു പരിധിവരെ നിങ്ങളോടൊപ്പമായിരിക്കുന്ന അധ്യാപകരുടെ കരങ്ങളിലാണ്.
അവരുടെ ചിന്തകളും ആശയങ്ങളും സമീപനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്. ഈശ്വരതുല്യമായി അധ്യാപകരെ കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ നിങ്ങളെ സ്വാധീനിച്ച അധ്യാപകർ ഉണ്ടാകും. ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും അധ്യാപകരെ ഓർക്കുകയും അവർക്ക് വേണ്ടി നന്മകൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർക്കും അധ്യാപക സമൂഹത്തിനും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ രജീഷ്. ഞാൻ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1996 SSLC പാസ്സാവുകയും പിന്നീട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി ഇപ്പോൾ US കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആശംസിച്ചു കൊള്ളുന്നു. അതിനോടൊപ്പം എന്റെ ജീവിതത്തിൽ എന്നെ ആകർഷിച്ച ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലിസൺ. അഗെയിൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ടീച്ചേഴ്സ് ഡേയെ പറ്റി സംസാരിക്കുമ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ പ്രസിഡന്റുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പറ്റി പരാമർശിക്കാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണല്ലോ എല്ലാ സെപ്റ്റംബർ 5-ാം തീയതി നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഗ്രേറ്റ് ടീച്ചേഴ്സ് ഡോണ്ട് ജസ്റ്റ് ടീച്ച്, ദേ ആർ മെന്റേഴ്സ്, അഡ്വൈസേഴ്സ്, റോൾ മോഡൽസ്, ഗൈഡ്സ് ആൻഡ് അബോവ് ഓൾ ഷേപ്പേഴ്സ് ഓഫ് ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സ് എന്നാണ്. ഏതൊരു കരിയർ എടുത്താലും ടീച്ചേഴ്സ് വഹിക്കുന്ന പങ്ക് വളരെ മഹത്തരമാണ്. ഏതൊരു ഫീൽഡിലായാലും അവർ നൽകുന്ന അഡ്വൈസും അവർ നൽകുന്ന ഡിറക്ഷനും നമ്മളെ ഒട്ടേറെ സക്സസിലേക്ക് നയിക്കും. Better than 1,000 days of diligent study is one day with a great teacher. ഈ ഒരു വാക്കുകൾ എൻ്റെ ജീവിതത്തിലും അർത്ഥവത്താണ്. പല സമയത്തും പല വിഷയങ്ങളും പല ആവർത്തി വായിച്ചാലും ഒരു ടീച്ചറിനോട് ഒരു സംശയം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ ഒരു ക്ലാസ് കേൾക്കുമ്പോഴോ പലതും ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ലോകം തന്നെ കീഴടക്കാൻ കരുത്തുണ്ടായിരുന്ന അലക്സാണ്ടർ ഗേറ്റ് പറഞ്ഞിട്ടുള്ളത്, I am indebted to my father for living, but to my teacher for living well. അതായത് ജന്മം നൽകിയതിന് പേരൻസിനോട് വളരെ നന്ദിയുണ്ട്, പക്ഷേ ജീവിക്കാൻ തന്നെ കാണിച്ചു തന്ന എന്റെ ടീച്ചേഴ്സിനോട് ഞാൻ അതിലേറെ കടപ്പെട്ടിരിക്കുന്നു. A good teacher is like a candle. It consumes itself to light the way for others. അതായത് ലോകത്തിന് പ്രകാശം പരത്തി കത്തിയേരുന്ന ഒരു മെഴുകുതിരി പോലെയാണ് നമ്മുടെ പല അധ്യാപകരും നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി സേവനം നൽകുന്നത്. Because my teacher believed in me, I never gave up. Now I am flying towards my dreams. എന്റെ ജീവിതത്തിലും എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണിത്. അതായത് എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല വിഷമതകൾ സംഭവിക്കുമ്പോഴും എന്റെ സപ്പോർട്ടായി, എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുമായി, എനിക്ക് വേണ്ടുന്ന ഗൈഡൻസുമായി എന്റെ ടീച്ചേഴ്സ് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. It is not the strongest of species that survives, nor the most intelligent that survives. It is the one that is the most adaptable to change. ചാൾസ് ഡാർവിൻ സ്വന്തം തിയറിയായ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണിത്. അതായത് ലോകത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാറ്റങ്ങളെ പഴിചാരിക്കുന്നതിന് പകരം മാറ്റത്തിനനുസൃതമായ ജീവിത ശൈലികളും ചിന്താശൈലികളും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും ജീവിതത്തിൽ കുറച്ചുകൂടി സക്സസ്ഫുൾ ആവും. ഈ ഒരു മഹത്തായ സന്ദേശം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കും. To be a teacher takes courage, determination and a whole lot of patience. അതിനുള്ള അംഗീകാരം അവർ അർഹിക്കുകയും ചെയ്യുന്നു. To the world, the teacher may be one person, but to one person, the teacher may be the whole world.
ഇത് മിഡിൽ സ്കൂളിൽ വെച്ച് നമ്മുടെ ക്ലാസ് ഫോട്ടോയാണ്. ജോണി ജെയിൻ സാറിനോടൊപ്പം ഞാനും എൻ്റെ ക്ലാസ്മേറ്റ്സുമായിട്ട് ജോണി ജെയിൻ സാറുമായിട്ട് എടുത്ത ഒരു ഫോട്ടോയുടെ പിക്ചർ. Being a great teacher is the highest privilege, and having a great teacher is the best blessing. And again, I wish you all a happy Teachers' Day and wish you all good luck in your future. Thank you for listening. നമസ്കാരം, ഞാൻ കോളേജ് രാജു കൊട്ടാരത്ത് മനോരമ ന്യൂസിൻ്റെ സൗത്ത് ഇന്ത്യയുടെ മാർക്കറ്റിംഗ് ഹെഡായി ജോലി ചെയ്യുന്നു. സെയിന്റ് ജോസഫ് സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടെയാണ് ഞാൻ. ഇന്ന് സെപ്റ്റംബർ 5, അധ്യാപക ദിനം. ഈ ദിവസം ഈ മീഡിയ വഴി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ എന്നെ പഠിപ്പിച്ച് ഞാനാക്കിയ എല്ലാ അധ്യാപകരെയും ഞാൻ സ്മരിക്കുന്നു. മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ. ഗുരുക്കന്മാരുടെ സ്ഥാനം എന്നും ദൈവത്തിന് മേലെയാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ അധ്യാപകരോടൊപ്പമാണ്. അവരാണ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മാതാപിതാക്കന്മാർ. കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അധ്യാപകർ നമ്മൾ ശകാരിക്കാറുണ്ട്, ഒത്തിരി വഴക്കൊക്കെ പറയാറുണ്ട്. അന്നൊക്കെ അത് പല രീതിയിൽ നമുക്ക് വേദനകൾ ഒഴിവാക്കാറുണ്ട്. അന്ന് നൽകുന്ന ആ ശകാരങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് നമ്മൾ ഓരോ വിദ്യാർത്ഥികളുടെയും മുന്നോട്ടുള്ള ഉയർച്ചയിലേക്കുള്ള നാഴികക്കല്ലായി മാറുന്നത്. ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ കൊച്ചനിയന്മാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഈ അധ്യാപക ദിനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ അധ്യാപകരെ വിളിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. നിങ്ങളെ വിഷമിപ്പിച്ച, നിങ്ങളെ വഴക്ക് പറഞ്ഞ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ചെറിയ പ്രായത്തിൽ തോന്നിയിട്ടുള്ള അധ്യാപകരെ വിളിക്കുക. അവരുടെ സുഖവിവരങ്ങളും ആരോഗ്യവും അന്വേഷിക്കുക. അവരിൽ നിന്ന് കിട്ടുന്ന ഓരോ മറുപടികളും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ, നിങ്ങളുടെ ഉയർച്ചയിൽ ഓരോന്നും ഓരോ ചവിട്ടുപടികളായി മാറും. അവരുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് എങ്ങും എത്താൻ കഴിയില്ല. ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുന്നുണ്ട് എന്നെ പഠിപ്പിച്ച് ഞാനാക്കിയ എൻ്റെ അധ്യാപകരുടെ അന്നത്തെ ആ ശകാരങ്ങളെ ഓർത്ത്. കാരണം അന്ന് അവർ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലും ഈ നിലയിലെത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ ദിവസം എന്നെ പഠിപ്പിച്ച് ഞാനാക്കിയ എൻ്റെ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. Hello everybody, hope you are all fine and doing well and safe. I'm Mustafa Iqbal from 2010 SSLC batch and 2012 higher secondary batch. Right now I'm doing PhD at Technical University of Vienna in Europe. എൻ്റെ വിദ്യാലയം സെൻറ് ജോസഫ് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് അതിനുള്ളത്. എസ്പെഷ്യലി സയൻസിനോടുള്ള എൻ്റെ താല്പര്യം എനിക്ക് മനസ്സിലായത് അവിടെ നിന്നാണ്. ആക്ച്വലി അവിടുത്തെ ടീച്ചേഴ്സ് അതെന്നെ മനസ്സിലാക്കി തന്നു എന്ന് വേണം പറയാൻ. കാരണം ക്ലാസ്സിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എക്സിബിഷനിലാണെങ്കിലും ഈ ഓരോ പരിപാടികൾ പങ്കെടുക്കാനും അതിന് പ്രേരിപ്പിച്ചതും അതിന് പ്രോത്സാഹിപ്പിച്ചതൊക്കെ അവരാണ്. സോ എ ബിഗ് താങ്ക്സ് ടു ദം. ആൻഡ് സെന്റ് ജോസഫ് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ക്ലാസ്സും ടീച്ചേഴ്സും എൻ്റെ ക്ലാസ്മേറ്റ്സും എല്ലാം എനിക്ക് നല്ല ഓർമ്മകളാണ് എപ്പോൾ ആലോചിക്കുമ്പോഴും എനിക്ക് കിട്ടുന്നത്. അപ്പം സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദം ആൻഡ് ഐ വിൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദെയർ ഗൈഡൻസ്. വിഷ് യു ഓൾ എ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണറാം. ഞാൻ 2012 10ാം ക്ലാസ്സും 2014 +2 സെന്റ് ജോസഫിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. 2014 ഞാൻ സെന്റ് ജോസഫിലെ സ്കൂൾ ലീഡറായിരുന്നു. എൻ്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ മികച്ച അധ്യാപകരുടെ കീഴിൽ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് തന്നെ എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. സെന്റ് ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ
കരിക്കുലറും എക്സ്ട്രാ കരിക്കുലറുമായ കാര്യങ്ങളിൽ എല്ലാം ഓരോ സ്റ്റെപ്പിലും നമ്മുടെ കൂടെ നിന്ന് ഗൈഡ് ചെയ്യാൻ എല്ലാ അധ്യാപകരും പൂർണ്ണ മനസ്സോടെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു സേയിങ് ഉണ്ട് എന്ന് വെച്ചാൽ എ ഗുഡ് ടീച്ചർ ടീച്ചേഴ്സ്, ദ ബെസ്റ്റ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, ബട്ട് ദ സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്സ്. അതുപോലെ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയല്ലാതെ നമുക്ക് കാണിച്ചു തരും, നമുക്ക് മനസ്സിലാക്കി തരും, നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അത്രയും ഡെപ്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ സന്നദ്ധരായ അധ്യാപകരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് തന്നെ ഞാൻ വലിയൊരു നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, ഇനി അച്ചീവ് ചെയ്യാൻ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അവർക്ക് ഒരു നന്ദി പറച്ചിൽ അതിൽ ഒതുങ്ങത്തില്ല. എന്നാലും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനം ഓരോ അധ്യാപകർക്കും ഞാൻ നേരുന്നു. നന്ദി. ഹലോ, എൻ്റെ പേര് ഗൗതം കൃഷ്ണ. 2011 തൊട്ട് 2019 വരെ 9:25 ഫസ്റ്റ് ബെൽ അടിക്കുമ്പോഴത്തേക്കും സെൻറ് ജോസഫ് സ്കൂൾ ഓടിക്കയറിലായിരുന്നു എൻ്റെ പണി. ഇപ്പം ഞാൻ NIT കോഴിക്കോടിലാണ് പഠിക്കുന്നത്. മെക്കാനിക്കലാണ്, BTech സെക്കൻഡ് ഇയർ ആയി. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞത്, അധ്യാപകനായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സാർ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ വർഷം സെപ്റ്റംബർ ആയെന്നും അതുപോലെ തന്നെ സെപ്റ്റംബർ 5 ആയി എന്നൊക്കെ അറിയുന്നത്. കാരണം ഈ വർഷം ഇങ്ങനെ കടന്നു പോവുകയാണ്, ഏതാ ദിവസം നിന്നും ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ സെൻറ് ജോസഫിലെ ഓർമ്മകൾ എന്ന് മൈൻഡിലൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ അതിലാദ്യം ലോഡായത് ഞാൻ ഫസ്റ്റ് ഡേ സെൻറ് ജോസഫിൽ വന്നിട്ട് 5 ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ അന്ന് മനസ്സിൽ ഒരുപാട് പേടിയുണ്ടായിരുന്നു. കാരണം പുതിയൊരു അന്തരീക്ഷമാണ്, പിന്നെ ഫ്രണ്ട്സിനൊന്നും വലിയ പിടുത്തമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സാറുമാരെ അറിയത്തില്ല. ഇപ്പോൾ ഡൗട്ട് ചോദിക്കാനായാലും അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനായിട്ട് ചോദിക്കാനായാലും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. ആ പേടി കുറച്ചൊക്കെ മാറിയത് സാറ് ഓർമ്മയെന്ന് നമ്മുടെ പേര് വിളിക്കുമ്പോഴാണ്. അപ്പം എനിക്കങ്ങനെയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഫേമസ് ആയി, അങ്ങനെ ഒരു തോന്നൽ വന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും സാറുമാർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പോൾ അത് സാറുമാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള അവസരം കിട്ടുന്നുണ്ടെന്നും അപ്പോൾ ആ അവസരങ്ങൾ വിനിയോഗിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നും അതൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ടീച്ചേഴ്സൊക്കെ. ഇപ്പൊ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കലോത്സവത്തിലും സയൻസ് ഫെയറിലും ക്വിസിലും ഒക്കെ കുറച്ച് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് ഡേക്ക് ഞാൻ ഓടിക്കഴിഞ്ഞാൽ ലാസ്റ്റിന് ഫസ്റ്റ് കിട്ടും. അങ്ങനെയാണ്. ഇപ്പോൾ സയൻസ് ഫെയറോ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പുറത്ത് എന്തെങ്കിലും കോമ്പറ്റീഷന് പോകുമ്പോൾ ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഹെഡ് മാസ്റ്ററുടെ ലെറ്റർ വേണം, അങ്ങനെ ഒരുപാട് രജിസ്ട്രേഷൻ. ഇപ്പോൾ സയൻസ് ഫെയർ ഒക്കെ ആകുമ്പോൾ രജിസ്ട്രേഷൻ്റെ എന്തൊക്കെയോ സംഭവമുണ്ട്. അപ്പോൾ ഇതൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അധികമൊന്നും. കാരണം സാറുമാർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ സയൻസ് ഫെയറിനും കലോത്സവത്തിനൊക്കെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ സാറുമാർ അത് മത്സരം എവിടെ വെച്ചാണെങ്കിലും സാറുമാർ നമ്മളോട് വരെയും നമുക്ക് എല്ലാ സൗകര്യവും കിട്ടിയെന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യും. വേണമെങ്കിൽ സത്യത്തിൽ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് സാറുമാർക്ക് അങ്ങനെ ചെയ്യാതെ വേണമെങ്കിൽ ഇരിക്കാം. കാരണം അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോകാൻ പറഞ്ഞാലും മതിയായിരുന്നു. പക്ഷെ സാറുമാർ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നറിയാം? കാരണം ഇത് നമ്മുടെ പയ്യനാണ്. അപ്പോൾ അവനൊരു ചാൻസ് മിസ്സാകരുത്, ആ ചാൻസിന് അവന് മാക്സിമം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റണം, അങ്ങനെ ഒരു വിശ്വാസം സാറുമാർക്ക് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മത്സരങ്ങൾക്ക് പോകും. അപ്പോൾ ചില മത്സരങ്ങൾക്ക് നമുക്ക് പ്രൈസ് കിട്ടും, ചിലതിനൊന്നും കിട്ടില്ല. എന്നിട്ട് നമുക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ സാറുമാര് നമ്മളെ പ്രശംസിക്കും. ചിലപ്പോൾ വാക്കുകൾ കൊണ്ടുള്ള പ്രശംസയാകാം, ചിലപ്പോൾ ഗിഫ്റ്റുകളാവാം. രണ്ടാണെങ്കിലും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണത്. അഥവാ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ മത്സരം ഭയങ്കര ദൂരേക്ക് വെച്ചിട്ടായിരിക്കും. നമ്മളോട് സാറുമാരും ഒക്കെ വരും. ചിലപ്പോൾ 10-20 കിലോമീറ്റർ അപ്പുറത്തൊക്കെ വെച്ചിട്ടൊക്കെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ചിലപ്പോ നമുക്കതിൽ കിട്ടാതിരുന്നൊന്നും ഇരിക്കും. അപ്പൊ നമുക്ക് തന്നെ വല്ലാണ്ട് തോന്നും. ഇപ്പൊ നമ്മുടെ സമയം പോയതല്ല, അതിന് നമുക്ക് വലിയ വിലയൊന്നും ഇല്ലല്ലോ.
പക്ഷെ നമ്മുടെ കൂടെ ഇപ്പൊ സാറുമാര് വന്നിട്ട് അവരുടെ സമയം വേസ്റ്റ് ആയാലും നമുക്ക് തോന്നും. നമുക്ക് തന്നെ ഒരു വല്ലാതെ തോന്നും, കുറച്ചുകൂടെ നല്ലോണം പെർഫോം ചെയ്യാറുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും. ഒരു ഗിൽറ്റ്, ഒരു കുറ്റബോധ ഫീല്. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും സാറുമാര് വന്നിട്ട് പറയുന്നത് അത് കുഴപ്പമില്ലടാ, അടുത്ത വർഷം നമുക്ക് വിളിക്കാം, അങ്ങനെ പറയാറുള്ളൂ. കാരണം അത്രയ്ക്ക് സപ്പോർട്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചാ നമുക്ക് ശീലങ്ങളുണ്ട്. ഇപ്പോ രാവിലെ ചായ കുടിക്കുക അല്ലെങ്കിൽ വൈകിട്ട് ചായ കുടിക്കുക, അതൊരു ശീലം. അങ്ങനെ ചില ശീലങ്ങൾ അല്ല, എന്ത് ശീലമാണെങ്കിലും നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. ഇപ്പോ കഴിച്ചതിന് ശേഷം പബ്ജി കളിക്കുക, അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര ബിസി ആയിട്ടുള്ള ദിവസമാണെങ്കിലും നമ്മൾ കഴിച്ചതിന് ശേഷം പബ്ജി കളിക്കാൻ സമയം കണ്ടെത്തിയിരിക്കും. ഇനിയിപ്പോ ആ ശീലം മാറ്റി വെച്ചു, ഇപ്പൊ പബ്ജി ബാൻ ചെയ്തല്ലോ. പക്ഷെ നമ്മള് ശീലങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ സത്യത്തില് ഇതേപോലെ നമ്മളൊരു നല്ല ശീലം ശീലിക്കാൻ വേണ്ടിയിട്ടാണ് സാറുമാര് പണ്ട് ഹോംവർക്ക് തന്നിരുന്നത്. കാരണം ഹോംവർക്ക് അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്ക് തുറക്കുന്നത്. സപ്പോസ് ഹോംവർക്ക് ഇല്ലെങ്കിൽ നമ്മളൊന്നും ബുക്ക് തുറക്കേണ്ട കാര്യമില്ല. ഹോംവർക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, അടുത്ത ദിവസം അടി കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടെങ്കിലും ബുക്ക് തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചേഴ്സ് നമുക്ക് ഹോംവർക്ക് തരുന്നത്. അങ്ങനെയെങ്കിലും ഒരു നല്ല ശീലം ഇവൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വഴക്കോ അടിയോ ഒക്കെ കിട്ടാറുണ്ട്. കാരണം ഇതും ശീലത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഡിസിപ്ലിൻ ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെയുണ്ട്, ഇപ്പോ നമ്മൾ എക്സാമിന് ഇരിക്കുന്നു, അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ഉണ്ടാവും. അത് ഇൻവിജിലേറ്ററിനെ നിർത്തുന്നത് സത്യത്തില് OPD മൊത്തത്തിൽ നിർത്താൻ വേണ്ടി മാത്രമല്ല, OPD തെറ്റാന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താനും കൂടെയാണ്. ഇപ്പോ സാറുമാര് നിന്നെന്ന് പറഞ്ഞ് സാറുമാരെ പറ്റിച്ചിട്ട് കോപ്പി അടിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വശം അതിനുണ്ട്. കാരണം ഇപ്പോ നമ്മളൊരു തെറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാല്, ആ തെറ്റ് ചെയ്യാതെ നമുക്ക് ശീലമായി കഴിഞ്ഞാല് പിന്നെ സാറുമാരില്ലെങ്കിലും ആ തെറ്റ് നമ്മൾ ചെയ്യില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കുറെ പേർക്ക് തോന്നുന്നുണ്ടാവും നമ്മള് കുറെ പേര് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ശീലിക്കുന്നവരാണോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടാവും. എനിക്കിത്ര പറയാനുള്ളൂ. ഇപ്പൊ ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ശീലിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് ഇങ്ങനെ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കണമെന്ന് ടീച്ചേഴ്സ് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് അത് ടീച്ചേഴ്സിന്റെ വിജയമാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ടീച്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്, പക്ഷെ ഇതുവരെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ ടീച്ചേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മേളിലാണ് അവർക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു ലെറ്റർ വായിച്ചാലും അതിന് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് കടപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഒരു കൊച്ചിലായിരുന്നപ്പോ പ്രസംഗം എന്ന് കേട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എഴുതി കാണിച്ചാൽ തന്നെ ഞാൻ അവിടെ നിന്ന് ഓടും. അങ്ങനെയുള്ള ഞാനാണ്. ആ ഞാനാണ് ഇപ്പൊ ഇത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോ അതിനൊക്കെ ടീച്ചേഴ്സിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോത്സാഹനം ഉണ്ട്, അവരുടെ കട്ട സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ 1.5 GB 50 MB എനിക്ക് വേണ്ടി മാറ്റി വെച്ച എല്ലാവർക്കും ഒരു നന്ദി. താങ്ക് യു. No matter where I go, every
time I look back on this road, you'll always be a part of who I am. Everything I've known, every seed of greatness you have sown. Through good and bad, your love has watched me grow. You teach me right from wrong, inspire me to be strong. You care in every way, in my heart you will always stay. In this moment let me say how I'm grateful every day. You are here to guide my way. When I'm lost beside me, stay. In this moment let me say you turn my little into great. There's no fear, my dreams are awake. The Guiding Light, a poem written by me in dedication to my teachers. Oh teachers, you teach, good values you preach, for you are His life, helping to lead a good life, nurturing like buds in a garden, to bloom, being the next gen. You, a true friend, helping to ascend, a guide to the right path, supporting like a lot. You, the guiding light, helping to stand bright. You, the bedrock of success, of all our life's progress. Before starting, let's we know about some famous people. Smriti Irani. This actor turned politician has become one of the most talked about politicians in the country. Despite her uneducated background, she has stood tall as one of the most successful people in India. Aishwarya Rai. This former Miss World is now one of the greatest actors in the country. She has garnered appreciation and success because of her work in and outside India. Little people know that this successful actor gave up her college education in order to pursue a career in modeling. Albert Einstein. Perhaps the most intelligent people the world has ever seen. This scientist started off his education poorly. In Germany, he only reached the standard of a bad student, and his results for various entrance examinations were insufficient to get him through. Ajim Premji, founder of Wipro. This is one of the most prominent businessmen in the country. But I bet you didn't know that he dropped out of college. Sachin Tendulkar, perhaps the best cricketer ever produced in the world. This Indian has been one of the most successful people in the country. Yet, due to his cricket career, Sachin gave up his education in 1989.
Dhirubhai Ambani. Considered the most successful businessman in the country, this man made Reliance Industries what it is from scratch. As a child, Dhirubhai was not a good student and was extremely impatient. Despite being extremely intelligent, he did not do well at school. He gave up education while he was in college to take a job in Eden. Mary Kom. This ace boxer had to give up her education in order to pursue her career in boxing. She went on to become one of the best female boxers India has ever seen. Gautam Adani. One of the top businessmen in the country and founder of the Adani Group, Gautam Adani dropped out of Gujarat University in his second year. Walt Disney. The name synonymous with most successes in Hollywood, Disney was founded by Walt Disney. Little people know that this successful man dropped out of high school in order to join the army and was rejected for being underage. Kapil Dev. This former cricketer led the Indian cricket team to its World Cup victory in 1983. He is often considered to be one of the best cricketers of India, but he gave up education between his schooling. There are many such people, but I have chosen these as you all know them very well. Now tell me, all of them lagged behind in education, but they have succeeded in the field of their choices and became winners. If their parents and teachers were like the most people today, we would not be talking about them today, isn't it? It's very painful that except 5% somewhere, the remaining 95% of parents and teachers determine a child's intelligence based on their marks they get in the mere 2 or 3 year exam. In a way, they are forcing their children with their emotions and killing the hidden intelligence in the children both physically and mentally. The truth is that today's children are far ahead of us, not only in the technology but also in intelligence. Those who can't stand it or limited their children to just marks and eventually making them into motionless stones. Be aware that sending children to school is not for marks. Similarly, teachers also should stop giving marks-based education and shrugging their shoulders as if they have achieved something. The hidden talent in them should be recognized and encouraged. Parents need to remember that knowledge and wisdom are not same. What we need is wisdom in children as well as knowledge, but not marks. They should remember that every knowledgeable is not wise. What every parent needs to know is to recognize and encourage the hidden talents in their children. At the same time,
teachers also, instead of giving marks-based education and trying to get admiration from parents and management, they should give the education which helps them to survive in this society. So now, this letter from Abraham Lincoln to his son's teacher explains what a parent really should expect from a teacher when he sends his children to school. നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചവർ ഒരുപാടുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് അകറ്റിയവരാണ് അധ്യാപകർ. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയവർ. അതുകൊണ്ടാണ് ഗുരുക്കന്മാരെ നാം ദൈവതുല്യരായി കാണുന്നതും മാതാ പിതാ ഗുരു ദൈവം എന്നുച്ചരിക്കുന്നത്. അവാർഡുകൾക്കൊക്കെ അപ്പുറത്ത് ഒരുപാട് വർഷങ്ങൾ പാഠപുസ്തകവും ചോക്കും പിടിച്ച് വിരൽ തഴമ്പു വന്നവർ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മാത്രം സ്വപ്നം കണ്ടുറങ്ങിയവർ. പൊന്നാടകളോ പൂമാലകളോ ലഭിക്കാതെ ഒത്തിരി ബാല്യങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്തതിൻ്റെ ധന്യത മാത്രം നേട്ടമായിട്ടുള്ളവർ. സ്വകാര്യമായ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നമുക്ക് മുന്നിൽ അക്ഷരപ്പൂവായി വിരിയുന്ന ഗുരുനാഥരെ നമുക്ക് ആദരിക്കാം. പവിത്രമായ ഗുരുശിഷ്യ ബന്ധത്തിന് നമുക്കുടമകളാകാം. നമുക്കും ഉരുവിടാം ഗുരുദേവോ ഭവ എന്ന മന്ത്രം. അറിവിൻ്റെ തിരിനാളം അണയാതിരിക്കുവാൻ അറിവേകി അറിവായി ജ്വലിച്ചിടും അധ്യാപകർ ജ്വലിച്ചിടും അധ്യാപകർ അറിവിൻ്റെ തിരിനാളം അണയാതിരിക്കുവാൻ
അണയാതിരിക്കുവാൻ അറിവേകി അറിവായി ജ്വലിച്ചിടും അധ്യാപകർ, ജ്വലിച്ചിടും അധ്യാപകർ. നേർവഴി കാട്ടിയും നേരിൽ ചരിച്ചും വഴി കാട്ടിയായിടും അധ്യാപകർ. നേർവഴി കാട്ടിയും നേരിൽ ചരിച്ചും വഴി കാട്ടിയായിടും അധ്യാപകർ. ആയി തുടങ്ങുന്നോരക്ഷരലോകത്ത് കൈപിടിച്ചെന്നേ നയിക്കുമിവർ, കൈപിടിച്ചെന്നേ നയിക്കുമിവർ. അറിവിൻ്റെ തിരിനാളം അണയാതിരിക്കുവാൻ അറിവേകി അറിവായി ജ്വലിച്ചിടും അധ്യാപകർ, ജ്വലിച്ചിടും അധ്യാപകർ. സ്നേഹമായി തീർന്നും സഹനങ്ങളേറ്റും വെളിച്ചമായി തീർന്നിടും അധ്യാപകർ. സ്നേഹമായി തീർന്നും സഹനങ്ങളേറ്റും വെളിച്ചമായി തീർന്നിടും അധ്യാപകർ. അറിവു പകർന്നും തിരിച്ചറിവേകിയും നമ്മെ നയിച്ചിടും അധ്യാപകർ, നമ്മെ നയിച്ചിടും അധ്യാപകർ. അറിവിൻ്റെ തിരിനാളം അണയാതിരിക്കുവാൻ അറിവേകി അറിവായി ജ്വലിച്ചിടും അധ്യാപകർ, ജ്വലിച്ചിടും അധ്യാപകർ. അറിവിൻ്റെ തിരിനാളം അണയാതിരിക്കുവാൻ അറിവേകി അറിവായി ജ്വലിച്ചിടും അധ്യാപകർ, ജ്വലിച്ചിടും അധ്യാപകർ. എല്ലാവർക്കും നമസ്കാരം. അധ്യാപന വൃത്തിയുടെ നൂതന മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അതീവ താല്പര്യം കാണിച്ച നമ്മുടെ മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് ഏവർക്കും അറിവുള്ളതാണല്ലോ. അറിവ് പകർന്നു കൊടുക്കുന്നത് പോലെ മാന്യവും മഹത്തരവുമായ മറ്റൊരു തൊഴിലും ഈ ലോകത്തില്ല. ഇതിലൂടെ ലോകത്തെ സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും നന്മയിലും നയിക്കുവാനുള്ള ചുമതലയും ഓരോ അധ്യാപകനുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ തരുണത്തിൽ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യാപക ദിനത്തിൽ നമ്മെ പഠിപ്പിച്ച ഓരോ അധ്യാപകരെയും
നാം നന്ദിപൂർവ്വം സ്മരിക്കാം. സെൻറ് ജോസഫ് സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും ഞാൻ അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനും അതിലുപരി മികച്ച അധ്യാപകനും കൂടിയായ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. അദ്ദേഹം എപ്പോഴും സെൻറ് ജോസഫ് സ്കൂളിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ്. ഈ ദിനത്തിൽ നമുക്കായി സന്ദേശം നൽകിയ ഡോക്ടർ ജോർജ് ഓണക്കൂറിന് സ്കൂളിൻ്റെ പേരിലും എല്ലാ അധ്യാപകരുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ദിനത്തിൽ നമുക്ക് സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ, പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ എന്നിവർക്കും മറ്റ് അധ്യാപകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ മുൻകൈയെടുത്ത പ്രിയപ്പെട്ട ജഗൻ സാറിനും രാജൻ ബി പൊഴിയൂർ സാറിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.